ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെട്ടെന്ന് ഫോണിൽ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ മില്യൺസ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ടല്ലോ, ഇന്ന് ഈ വീഡിയോ ഇത്രയും റീച്ച് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് എന്തായാലും അതിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് കിട്ടും, കുറച്ച് ഡോളർ അതിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. റീൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട്. ഈവൻ ലോങ് വീഡിയോ ആണെങ്കിലും ഇത് തന്നെയാണ് അനുഭവം. കാരണം ഒത്തിരി റീച്ച് ചെയ്യുന്നതിനകത്ത് അത്യാവശ്യം നമുക്ക് റവന്യൂ കിട്ടും. ഇപ്പോൾ റീച്ച് ആണെങ്കിലും ഈവൻ നമുക്ക് കിട്ടുന്ന റവന്യൂ ആണെങ്കിലും വളരെ കുറവാണ് ഫേസ്ബുക്കിൽ നിന്ന്. ഈവൻ തോ നമ്മൾ ആഗ്രഹിക്കുമല്ലേ, ഈവൻ മില്യൺസ് ഒക്കെ വ്യൂ പോയി കഴിയുമ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പൈസ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ 2 ദിവസം ഇത്രയും മില്യൺസ് ഒക്കെ ആയല്ലോ, ഇൻസൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. പക്ഷെ നമ്മളിങ്ങനെ മില്യൺസ് വ്യൂ ഉള്ള വീഡിയോയുടെ ഇൻസൈറ്റിൽ പോയി നോക്കുമ്പോൾ റവന്യൂ നോക്കുമ്പോൾ 0 ആണ് കാണിക്കുന്നത്. അത് കമന്റ്സിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് കമന്റ്സിൽ ഇഷ്ടം പോലെ. ചേച്ചി ഈ വീഡിയോയ്ക്ക് വ്യൂ ഉണ്ട്, $1 പോലും അതിന് കയറുന്നില്ല, അല്ലെങ്കിൽ 1 സെന്റ് പോലും അതിനകത്ത് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ് കാര്യം എന്നൊന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ചിലപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് നിങ്ങളുടെ വീഡിയോയുടെ ഇട്ടേക്കുന്ന ഓഡിയോ. അതായത് വീഡിയോ നമ്മുടെ തന്നെ ഓൺ വീഡിയോ ആയിരിക്കും, ആ ഓഡിയോ നിങ്ങളുടെ ഓൺ ഓഡിയോ അല്ല, ഇത് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ റൈറ്റ് ഓണർ ഇന്ന ടെറിട്ടറീസിൽ ഇന്ന കൺട്രിയിൽ അത് അവര് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തേക്കാണ്. അതിന്ന് റവന്യൂ ഷെയറിംഗ് ആണ്. എത്ര പെർസെൻറ്റേജ് ഒന്നും അതിനകത്ത് കൊടുക്കത്തില്ല, റവന്യൂ ഷെയറിംഗ് ആണ്. കോപ്പിറൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കാണിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കോപ്പിറൈറ്റ് കണ്ടന്റ് ഇത്ര പോർഷനിൽ വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ കാണിക്കത്തുമില്ല. കാരണം അത് അവര് അങ്ങനെ കാണിക്കാതെ, കോപ്പിറൈറ്റ് പ്രോബ്ലം നമ്മുടെ പേജിന് വരുമെന്നുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴാണ് അത് കാണിക്കുന്നത്. അതായത് ലൈസൻസ്ഡ് ആണ്, പക്ഷേ അതിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. അതായത് നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷേ അതിന് കിട്ടുന്ന റവന്യൂ അതിന്റെ റൈറ്റ് ഓണർ തന്നെ ക്ലെയിം ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ ഇൻസൈറ്റ് പോയി കഴിയുമ്പോൾ 0 ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകളൊന്ന് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കണം. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന പോലുള്ള ഒരു മെസ്സേജ് ആ വീഡിയോയുടെ തൊട്ട് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും അതിന്റെ റൈറ്റ് ഓണർ അത് ക്ലെയിം ചെയ്തേക്കാണ്. നമ്മൾ എന്നിട്ട് കുറെ കൺട്രീസും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന ടെറിട്ടറീസിലാണ് അവരത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിന് പുറത്തുള്ള ടെറിട്ടറീസിൽ ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ ടെറിട്ടറിയും അതിനകത്ത് കാണിക്കുന്നതാണ്. അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങോട്ട് താഴോട്ട് മുതൽ Z വരെയുള്ള കൺട്രികളുടെ പേര് അതിനകത്ത് കാണും. പക്ഷെ നമുക്ക് നമ്മുടെ പേജിന് അതിനൊരു സ്ട്രൈക്കായിട്ടോ ക്ലെയിം ആയിട്ടോ നമുക്ക് വരത്തില്ല. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം ഇത്ര വന്നു അങ്ങനെയുള്ള ഒരു ഓപ്ഷനിൽ ഇത് വരത്തില്ല. അവർ അലോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ റവന്യൂ മാത്രം അവരെടുക്കും. നമുക്കത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ എൻ്റെ പൈസ അവന്മാർ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിനകത്ത് ഓഡിയോ വേറെ കയറ്റിയിട്ട് നമുക്ക് റീ അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യാറില്ല മിക്കവാറും. അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് ഞാൻ സപ്പോർട്ട് ഇൻബോക്സിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്യൂ. ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഡിലീറ്റ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നല്ല റീച്ചുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ ഒട്ടുമേ ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പേജിനെ റീച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇൻസൈറ്റിൽ പോയി നോക്കി നമ്മുടെ പേജിന്റെ റീച്ച് നല്ല ഹൈ ആയിട്ട് തോന്നും. ഈ ഒരു വീഡിയോ കാരണം മാത്രം ചിലപ്പോൾ നമ്മുടെ പേജ് നന്നായിട്ട് റീച്ച് ചെയ്യാറുണ്ട്. ആ വീഡിയോ വഴി നമുക്ക് ഒത്തിരി ഫോളോവേഴ്സിനെ കിട്ടാറുമുണ്ട്. അപ്പം നമ്മുടെ പേജിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമുക്ക് റവന്യൂ മാത്രമാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ നമ്മുടെ പേജിൽ ഇടുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ഞാൻ ഇതുപോലെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എനിക്ക് വേണ്ട ഓണർക്ക് എനിക്ക് കൊടുക്കാനുള്ള താല്പര്യം ഇല്ല ഇതിന്റെ റവന്യൂ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, അത് കിടന്നുകൊണ്ട് നമ്മുടെ പേജിന്റെ റീച്ച് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹം ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ പേജിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കേട്ടോ. എൻ്റെ ഒരു വ്ളോഗിൻ്റെ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊഫൈൽ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട്
ഈ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ചൊന്നുമില്ല, ആകെ ഇത്രയും വ്യൂസേ വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒത്തിരി ഇഷ്ടമായ ഒരു പാട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. പക്ഷേ സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്, യുവർ വീഡിയോ ഈസ് മ്യൂട്ടഡ് ഇൻ സർട്ടൻ കൺട്രീസ് വെയർ മെറ്റ ഡസ് നോട്ട് ഹാവ് മ്യൂസിക് റൈറ്റ്. അതായത് ഈ പാട്ടും മെറ്റയുമായിട്ട് അതിൻ്റെ ലൈസൻസ് ഷെയർ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ഈ പാട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കതിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഈ പാട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ പേജിൽ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഇനി നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണും. പിന്നെ അങ്ങ് ഓവറായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ പേജിൽ ഇട്ടുകൊണ്ടിരുന്നാലും ഒരു പക്ഷേ കുറേ നാൾ കഴിയുമ്പം എന്തെങ്കിലും ഇഷ്യൂവിനും മെറ്റായിരുന്നു വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഇൻസൈറ്റിൽ 0 ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ കാണിച്ച പോലെ തന്നെ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.